ഹായ് ഗൈസ്, തൊപ്പിയുടെ ലവർ ഫാസ്മിനെ സക്കീറിനെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഫാസ്മിൻ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിജയം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിതെടുത്ത് ഫസ്റ്റ് ടോപ്പിക് ആക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫാസ്മിനൊക്കെ ഉണ്ടായിട്ടുള്ള ഇതേ ഒരു പ്രോബ്ലം, ഇതേ ഒരു കേസ് എൻ്റെ ഒരു സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം തൊപ്പി എന്നുള്ള ഈ ഒരു പേരുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ആളുകൾ ഇത് ശ്രദ്ധിക്കുമല്ലോ എന്നുകൂടി കരുതിയിട്ടാണ് ഈ ഒരു ഫാസ്മിനയുടെ ഈ ഒരു കേസ് എടുത്ത് ടോപ്പിക് ആക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഫാസ്മിനയ്ക്കും എൻ്റെ ആ ഒരു സുഹൃത്തിനെ മാത്രമല്ല പല പെൺകുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു കേസാണ്. ആൻഡ് പലരും എൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാനിത് നിങ്ങളിലേക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അപ്പം ഫാസ്മിൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂ റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കൊടുത്തിട്ട് റിലേറ്റബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു റീൽ എന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ മ്യൂസിക് മ്യൂട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടായിരിക്കും പ്ലേ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാസ്റ്റിനായിട്ടുള്ളൊരു വീഡിയോ. ബാക്കി നിങ്ങൾ സൈഡിൽ കൂടെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോറി ഇടേൻ ഒരു പയ്യൻ, അതായത് പയ്യനായിരുന്നു എന്താ ഡാർക്ക് വിസാർഡ് എന്ന് പറയുന്ന ഒബേ ഓർ ഡൈ എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു അക്കൗണ്ട്. ഞാൻ പിന്നീട് ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു അക്കൗണ്ട് എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ ഫേക്ക് ഐ ഡി ആയിരുന്നിരിക്കണം. അതായത് 6 ഫോളോവേഴ്സും 3 പോസ്റ്റൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവൻ ഇട്ടേക്കുന്നത്, ഞാൻ ആ ഒരു മെസ്സേജ് ഇവിടെ വെക്കാം. എനിക്ക് ഈ വാക്കുകളൊന്നും വായിക്കാനൊക്കെ കൊണ്ട് വീഡിയോയിലൂടെ പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളങ്ങ് വായിക്കുക. ഓക്കെ, നിന്റെ തന്തേനെ ആദ്യം കണ്ടു പഠിക്കടി 222. ഓക്കെ, തള്ള 222, തെരുവ് 222, നിന്നെ കാണുമ്പോൾ 222, റീല് 222. ഓക്കെ, അപ്പോൾ ഇത്രയും 222 ആണ് അവൻ ഫാസ്മിനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ഇവൻ എന്തിൻ്റെ സോക്കടാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിന് മുമ്പ് വേറൊരു മെസ്സേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവൻ നേരെ അയക്കുന്ന മെസ്സേജ് ഇതാണ്. ഓക്കെ, അതും രാത്രി 11:36, 23:26, അതായത് 23:36 രാത്രിയിൽ ഇതുപോലത്തുള്ള കുറച്ച് ഞരമ്പന്മാർക്ക് ഇത്തരം ചില സോക്കേടുകളൊക്കെ വരും. അപ്പോൾ ഫാസ്മിന് അതിലിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഐ ഹാവ് ഫയൽഡ് എ കേസ് അഗെയിൻസ്റ്റ് ഹിം. ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇടുന്ന എല്ലാവരോടുമായിട്ട് പറയുവാൻ നിങ്ങൾ അയക്കുന്നത് എല്ലാം ഞാൻ സൈബറിൽ ഏൽപ്പിക്കും. നിൻ്റെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് തിരുമോന്ത എനിക്കൊന്ന് കാണണം. ഐ ഹാവ് ഗിവൺ ദ ചാറ്റ് ടു ദ പോലീസ്. ഓക്കെ, ഫാസ്മിനെ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നീ ഇപ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്ന, തിരിച്ച് മെസ്സേജ് അയച്ചേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ഒരു സംഭവം വെറും വ്യാമോഹം മാത്രമാണ്. ഓക്കെ, വെറും വ്യാമോഹം മാത്രം. അതുകൊണ്ട് കൂടിയാണ് ഞാനൊരു ടോപ്പിക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഒരു സുഹൃത്തിന് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേപോലെ ഏതോ ഒരുത്തൻ കിടന്ന് ആദ്യം ഒരു ഐ ഡി ഇവർക്ക് ഇതുപോലെ നിരന്തരം അയക്കുന്ന മെസ്സേജ് ഭയങ്കര എന്താ പറയുക, ഇവളുടെ ശരീരഘടനകളെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവൻ ഒരു മെസ്സേജ് അയച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, എടി നീ ഇത് ബ്ലോക്ക് ചെയ്യും. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ അവൻ്റെ 3-4 അക്കൗണ്ട് ഓൾറെഡി ബ്ലോക്ക് ചെയ്ത്, എന്നിട്ട് പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കി വരികയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഫുള്ളായിട്ട് ആ ഒരു സാധനം ഫുള്ള് സെറ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കി വെക്ക്. പിന്നെ അത് നീ അല്ലെങ്കിൽ മെസ്സേജിൽ റിക്വസ്റ്റിൽ വന്ന് കിടക്കുമല്ലോ, അത് നീ എടുക്കാൻ പോകണ്ട. ആ മെസ്സേജ് എടുക്കാൻ പോകുമ്പോഴല്ല ഉള്ളൂ പിന്നെ നമുക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരുന്നു, അത്തരം ചില കാര്യങ്ങൾ വരുന്നത്. അപ്പം നീ അത് ചെയ്യണ്ട, ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ മെസ്സേജ് റിക്വസ്റ്റ് വരുമ്പോൾ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്, സീനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഒരു പുണ്ണാക്ക് നടക്കത്തില്ലെന്ന് ഞാൻ സ്പോട്ടിൽ അവളുടെ അടുത്ത് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാസ്മിനോടാണെങ്കിലും ബാക്കി ഇത്തരം പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുട്ടികളുടെ അടുത്താണെങ്കിലും പറയാനുള്ളത്, നമ്മുടെ ഹെലൻ ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഹെലൻ ചേച്ചിയുടെ 4 വർഷം മുന്നേ കൊടുത്തിട്ടുള്ള മോർഫിംഗ് കേസിന്, ഓക്കെ, ഇതുപോലത്തുള്ള തെറി വിളിച്ച ആപ്പ കേസല്ല, മോർഫിംഗ് കേസിന് ആയിട്ട് പോലും, അത്രയും സീരിയസ് ഇഷ്യൂ ആയിട്ട് പോലും, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരു കേസായിട്ട് പോലും ഒരു നടപടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹെലൻ ചേച്ചിയെ പോലെ ഒരു വ്യക്തി അത്രത്തോളം ബോൾഡായിട്ടുള്ളൊരു ലേഡി ആയതുകൊണ്ട് അതിനെ ഭയങ്കര ധൈര്യത്തോടു കൂടിയ തന്നെയാണ് നേരിടുന്നത്. ആൻഡ് ആ ഒരു കേസിൽ, മോർഫിംഗ് കേസിന് ഇത്രത്തോളം നടപടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഇങ്ങനത്തെ ചില മെസ്സേജ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നടപടി ഉണ്ടാവാനാണ്? ആൻഡ് അത് മാത്രമല്ല കേട്ടോ, ഞാനിത് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമല്ല, ഞാനിതുപോലെ നമ്മുടെ മുമ്പത്തെ ഒരു വിഷയങ്ങളൊക്കെ അറിയാലോ, മറ്റേ പ്രാക്കേശ്വരി പുരാണമൊക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്കെതിരെ ഒരു കേസൊക്കെ കൊടുത്ത് നമുക്ക് വേറൊരു പണി അങ്ങോട്ടൊക്കെ കൊടുക്കാൻ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് പറഞ്ഞു, എടാ സൈബർ സെല്ലിൽ നിന്നുള്ള കേസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ തീർത്തോണം. ഓക്കെ, ഇത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കോടതിയിൽ എന്തായാലും ഇത് എടുക്കില്ല, പോലീസ് സ്റ്റേഷനിൽ തീർക്കണമെന്നാണ് കോടതിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും അതിന് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല.
പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ജെന്യൂൻ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ നമ്പർ എടുത്ത് നേരെ ഇതുപോലെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ടോക്കന് വിളിക്കും. അങ്ങനെ നമ്പർ പോലും ഇല്ലാത്ത ഏതോ ഒരു ഫേക്ക് ഐഡിയാണ്, അവർ ഫോൺ പോലും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും കാര്യങ്ങളും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര നിരന്തര മെസ്സേജിൽ കുറേ ഞരമ്പന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നെവർ മൈൻഡ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഡിലീറ്റ് ചെയ്യുക, അവരെ മാക്സിമം ബ്ലോക്ക് ചെയ്യുക. പിന്നെ വരുന്ന മെസ്സേജ് റിക്വസ്റ്റ് വരില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് സൈഡിലോട്ട് പോകാനേ ഇരിക്കാതിരിക്കുക. കുറേ 1 മാസമായി 2 മാസമായി പിന്നെ നിങ്ങളുടെ റിപ്ലൈ ഒന്നും വരാതിരുന്നു. അപ്പോൾ അവരുടെ പാട് നോക്കി പൊക്കോളൂ. നിങ്ങൾ വെറുതെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കേസൊക്കെ കൊടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഓക്കെ, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും മോർഫിംഗ് കേസിൻ്റെ അത്രത്തോളം വലുതല്ലല്ലോ ഇതുപോലെ ആരെങ്കിലും മോശമായിട്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇതുപോലെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടോ, നിങ്ങളൊരു സാധാരണക്കാരായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഏതെങ്കിലും മന്ത്രിയുടെ മോളോ മന്ത്രിയുടെ കൊച്ചുമോളോ കാര്യങ്ങളൊന്നും അല്ല. അതുകൂടെ ആലോചിക്കണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രമുഖ സിനിമാ നടിക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ഇത് സോഷ്യൽ മീഡിയയിലുള്ളതല്ല, ജെന്യുവിൻ കേസ്. ഇത്തിരി ഭയങ്കര വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലും ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടുണ്ട്, ഞാനൊരു വിക്ടിമാണ്, പക്ഷേ ഒരു കോടതിയിൽ നിന്ന് പോലും എനിക്ക് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല, കിട്ടേണ്ട ഒരു പരിഗണന, അംഗീകാരം, അല്ലെങ്കിൽ ഒരു സംഭവം കുറേ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഫാസ്മിനോട് ഇതിൻ്റെ അടി വന്നിട്ട് കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിനോട് എനിക്ക് മറുപടി പറഞ്ഞതെന്ന് തോന്നി. കരയാൻ പെർമിഷൻ എടുക്കാൻ ഏച്ച് പോടി ഇച്ചിമുള്ളി പിള്ളേർ. ഫാസ്മിനെ തിരിച്ച് മറുപടി കൊടുത്ത് നന്നായി. കാര്യം ആ ഒരു കുട്ടി ചോദിച്ചത് സാധാരണ ഫാസ്മിനയുടെ കൂടുതൽ വീഡിയോസ് എന്ന് വെച്ചാൽ കുറച്ച് ഒരു സെൻറ്റിമെൻറ്റ്സ് സാധനത്തിലുള്ള ഒരു സാധനമാണ് ഫാസ്മിനയുടെ കൂടുതൽ വരുന്നത്. അപ്പം അങ്ങനെ അയച്ചിട്ടുള്ള കമൻ്റ് ആയിരിക്കാം. പിന്നെ ഒരു രഞ്ജു എന്ന് പറഞ്ഞൊരു അങ്ങേരിട്ടേക്കാണ്, സത്യം പറയാം തൊപ്പി എന്നൊരു യൂട്യൂബർ ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് പേർ അറിഞ്ഞ പാവം കുട്ടി. മച്ചാനെ, നിങ്ങൾക്ക് ഫാസ്മിനെ നേരത്തെ അറിയാത്തതുകൊണ്ടാണ്. കാര്യം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. തൊപ്പി ആയിട്ട് ഇവർ റിലേഷൻഷിപ്പ് ആവുന്നതിന് മുന്നേ എനിക്ക് ഫാസ്മിനെ അറിയാം. ഞാൻ ഈ ഒരു ഫാസ്മിനെ ഞാൻ അങ്ങനെ ആരുടെ വീഡിയോസിന് കമൻറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ആരുടെയെങ്കിലും വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു കണ്ടന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഫാസ്മിനാണ്. ഇപ്പം ഞാൻ അധികം ഇൻസ്റ്റയിൽ അധികം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ തന്നെയാണ് കൂടുതലും. അതുകൊണ്ട് ഞാൻ ആർക്കും വീഡിയോസ് അധികം കാണുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഫാസ്മിനായിട്ട് തന്നെയാണ്. കാര്യം മലയാളത്തിലൊരു ലേഡി കണ്ടന്റ് ക്രിയേറ്റർ, അതായത് കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുറച്ച് സാധനം പിടിച്ചെടുത്താൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വ്യക്തിയാണ് ഫാസ്മിൻ. ഓക്കെ, 100K+ ഫോളോവേഴ്സ് അന്ന് തൊപ്പി വരുന്നതിന് മുന്നേ ഉള്ളതാണ് ഫാസ്മിനയ്ക്ക്. അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടായിരുന്നിരിക്കാം, തൊപ്പി വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഫാസ്മിനെ അറിയുന്നത്. ഓക്കെ, അതിന് മുന്നേ ഫാസ്മിനെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ആൻഡ് അതിന് ശേഷം ഒരുതരട്ടേക്കാണ് തൊപ്പിയും തേച്ചുകൂടി ഒരു ആറ്റിറ്റ്യൂഡ് പോയി. നിന്റെ ആറ്റിറ്റ്യൂഡ് ഇച്ചിരി വിജയമായി കേട്ടോ മച്ചാനെ. നിങ്ങളൊക്കെ എന്തിൻ്റെ കേടാണ്? അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ തേക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോട്ടെ. വിജയമാണ് എന്തോന്നറിയൊക്കെ ഒരു സെൻറ്റിമെൻറ്റ്സ് സാധനം നമ്മൾ റീച്ച് കണ്ടൻറ്റൊക്കെ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ബ്രേക്കപ്പ് ആകണമെന്ന് യാതൊരു നിർബന്ധമൊന്നും ഇല്ലടേ, ചുമ്മാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ടോപ്പിക് എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇത് തൊപ്പി എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം കുറച്ച് ആളുകൾ കേൾക്കുമല്ലോ, അതുകൊണ്ട് തന്നെ എടുത്തതാണ്. അപ്പം ഇപ്പോഴേ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്, ഇത്തരം മെസ്സേജുകൾ ഇതുപോലെ ഞരമ്പുള്ള ആളുകളൊക്കെ വരുന്ന സമയത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ. ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ ഫാസ്മിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഫാസ്മിനെ ഇതിനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറയില്ല കേട്ടോ. നീ ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയുടെ കൂടെ ഇട്ടേക്കുന്ന സാധനം പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തോ, നിൻ്റെ തിരുമോന്ത ഒന്ന് കാണണം. ഇതൊന്നും നടക്കുകയില്ല. ഇത് നമ്മുടെ നാടാണ്. നമ്മുടെ നാടാണ്. സോ ജസ്റ്റ് ഇഗ്നോർ.